ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയിൽ മനംനൊന്ത് കായംകുളത്ത് വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ ബ്ലേഡ് മാഫിയകളെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് അന്വേഷണം ആരംഭിക്കുന്നത്. ചേർത്തലയുടെ ഗ്രാമപ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു ഞങ്ങളുടെ അന്വേഷണം. ബ്ലേഡ് മാഫിയയുടെ സ്ഥിരം സഞ്ചാര വഴിയിൽ ഞങ്ങൾ കാത്തുനിന്നു. കാത്തുനിൽപ്പിനൊടുവിൽ തമിഴ്നാട്ടുകാരനായ ബ്ലേഡുകാരൻ ഞങ്ങൾക്ക് മുന്നിൽ ആവശ്യം പറഞ്ഞു. ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. 10,000 രൂപ പലിശയ്ക്ക് വേണം. മുൻപരിചയമില്ലാത്തതിനാൽ 5,000 രൂപ നൽകാമെന്ന് ബ്ലേഡുകാരൻ്റെ ഉറപ്പ്. എത്ര രൂപ തരും അന്നേരം? 5 താഴ്ച തരുമോ? 5 ഫുള്ള് തരുമോ? അതോ 4,850? 6,250. രേഖകളിൽ 5,000 രൂപയാണെങ്കിലും 4,800 രൂപയെ കയ്യിൽ നൽകൂ. പക്ഷേ 13 ആഴ്ച കൊണ്ട് 6,500 രൂപ തിരിച്ചടയ്ക്കണം. അതായത് 1,700 രൂപ പലിശ. അല്ല, നമ്മൾ 5,000 രൂപ എടുത്താൽ 6,250 ആണോ 6,750 ആണോ? 6,250. 10,000 ആണെങ്കിൽ 12,500 വരുമോ? അടുത്തയാഴ്ച പണം നൽകാമെന്ന ഉറപ്പും ബ്ലേഡുകാരൻ നൽകി. ആഴ്ചയിൽ 6 ദിവസവും വിവിധ പ്രദേശങ്ങളിൽ പലിശപ്പണം വാങ്ങാൻ പോകാറുണ്ടെന്ന് ഇയാൾ വെളിപ്പെടുത്തി. ഒരു ദിവസം 200 മുതൽ 250 വീടുകളിൽ നിന്ന് വരെ പണം പിരിക്കും. ഒരു ദിവസം എത്ര വീട്ടിൽ പോകുന്നു? 200 വീട്. തന്നെ പോലെ പല സംഘങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇയാൾ വ്യക്തമാക്കി. ഒരിടവേളയ്ക്ക് ശേഷം ബ്ലേഡ് മാഫിയ ജീവനുകൾ കവരുമ്പോൾ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ വാർത്തയായി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.